കിലോ 80 രൂപ. ശരി, കിലോ 80 രൂപ. പപ്പയ്ക്ക ഉണ്ട് കേട്ടോ, കിടിലം പപ്പയ്ക്കാണ് കേട്ടോ. നാടൻ പപ്പയ്ക്കാണ് ഇവിടുത്തെ, തമിഴ്നാട് പപ്പയ്ക്ക. ഇവിടെ മലക്കറി ഐറ്റംസ് എന്ന് പറയാൻ വേണ്ടി ഏകദേശമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ലെ, ചന്തയ്ക്കായിട്ട് പ്രത്യേകം സ്ഥലമോ ഒന്നുമില്ല. ഇത് സവാളയുടെ ചെറിയ ഉള്ളിയാണ്. റോഡിന്റെ രണ്ട് സൈഡിലുമാണ് ഇവരിത് വെച്ച് കച്ചവടം ചെയ്ത്. സൺഡേ ചന്ത, ഞായറാഴ്ച. പഴം എവള? എന്താ പഴം? 100. താഴെ 80 രൂപയാണ്. മുകളിലോട്ട് വരുന്തോറും വില കൂടിക്കൂടി വരികയാണ് കേട്ടോ. ബീറ്റ്റൂട്ട്, ഇലയുള്ള ബീറ്റ്റൂട്ട്, വൈറ്റ് ബീറ്റ്റൂട്ട്, റെഡ്. കായ്കറികൾ അല്ലേ, പഴവർഗ്ഗങ്ങളുണ്ട്. നല്ല അടിപൊളി. തണ്ട പപ്പായ, സൂപ്പർ പപ്പായാണ്. അമ്മ ഊരിലേക്കാട്ടി കാശ് ഇങ്ക ജാസ്തി, ரொம்ப ജാസ്തിയാണ് കാശ്. നമ്മളിവിടെ വന്നപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ മസാല ദോശയും ഓർഡർ ചെയ്തു. ജസ്റ്റിന് ഓർഡർ ചെയ്തത് പ്ലെയിൻ ദോശയാണ്. വേണ്ടി പോകുന്ന ആളുകളുടെ തിരക്കാണ് കേട്ടത്. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും കടകളാണ് ഉണ്ടല്ലേ. ഒരു കമ്മല് കട കണ്ടപ്പോൾ കൗതുകം തോന്നി. ഇതാണ് നമ്മുടെ പ്രശസ്തമായിട്ടുള്ള കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റ്. ഇതിപ്പോ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ കോടയാണ്. കോടമഞ്ഞ് ഇറങ്ങിയോണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. താഴെ എത്തുന്ന ജീവൻ പോകും. ബോഡിയായിരിക്കും വന്ന് തറയെ പോകുന്നു കേട്ടോ. പിടിച്ചാ സൂയിസൈഡ് പോയിന്റ്. മഴയായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കും. അത് മാത്രമല്ല നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതാ കുറഞ്ഞു വരുന്നുണ്ട് സൂയിസൈഡ് പോയിന്റ്. സൂയിസൈഡ് പോയിന്റ് ഇതാണ് കൊടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റ്. കണ്ടില്ലേ എന്തുമാത്രം ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. അടിപൊളിയായിരിക്കും.